ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ലൂണയോട് കാലക്സ് എനിക്കിനിയും ഒരു ചാൻസും കൂടി നിന്റെ ജീവിതത്തിൽ തരാമോ എന്ന് ചോദിക്കുന്നതാണ്. അങ്ങനെ ലൂണയും കാലക്സും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് അവിടെ മഴ പെയ്തു. അപ്പോ കാലക്സ് ലൂണയോട് പറയുന്നു, ഞാൻ പറഞ്ഞതൊക്കെ ഒരുപാട് കാര്യങ്ങളാണെന്ന് എനിക്കറിയാം, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, എല്ലാം മനസ്സിലാക്കാൻ എത്ര സമയം വേണമെങ്കിലും നീ എടുത്തോ എന്ന് പറയുന്നു. ഇപ്പൊ നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. ലൂണ ഉറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു. അന്നേരം ഫ്രണ്ട്സ് റെഡി ആകുവായിരുന്നു. ഔട്ടിങ്ങിന് പോകാൻ റെഡി ആയിക്കൊണ്ടിരുന്ന യാന വന്നിട്ട് ലൂണയുടെ മുഖത്തേക്ക് ഒരു സ്പ്രേ എടുത്ത് സ്പ്രേ ചെയ്യുന്നു. ലൂണ ഉണർന്ന് നടന്നതൊക്കെ ഫ്രണ്ട്സിനോട് പറയുന്നു. അന്നേരം യാന ലൂണയോട് ചോദിക്കുന്നു, അപ്പൊ മഴ കാരണം നിങ്ങളുടെ പണി നടന്നില്ലല്ലേ എന്ന്. അത് കേട്ടിട്ട് യാനയോട് ലൂണ പറയുന്നു, യാന നീ ഒന്ന് നിർത്തുന്നുണ്ടോ, മഴ കാരണം ആ നിമിഷം എനിക്ക് സ്പോയിലായെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതൊക്കെ കേട്ടിട്ട് ഫ്രണ്ട്സ് അവളോട് പറയുന്നു, നീ നിരാശയിലായിരുന്നല്ലേ, സമ്മതിക്ക്, നിനക്ക് നല്ല സങ്കടമായല്ലോ, അഗ്രി ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കുന്നു. അതിന് അവള് ചിരിച്ചോണ്ട് അതേന്ന് പറയുന്നു. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാം കളിയാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം ലൂണ പറയുന്നു, സത്യം പറഞ്ഞ മഴ പെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന്. അതിന് ഫ്രണ്ട്സ് ചോദിക്കുന്നു, എന്തുകൊണ്ടാ നീ അങ്ങനെ പറയുന്നേ എന്ന്. അതിന് ലൂണ, ഞങ്ങൾ രണ്ടാളും നല്ല ടെൻഷനിലായിരുന്നു, ഒരു പക്ഷെ ആ മഴ വന്നതുകൊണ്ട് ഞങ്ങൾ പിന്നീട് വേദനിക്കുന്ന ഒരു കാര്യം സംഭവിക്കാതെ പോയല്ലോ എന്നോർത്ത് എന്ന് പറയുന്നു. ഫ്രണ്ട്സ് ഒക്കെ അത് കേട്ടിട്ട് അവളെ കളിയാക്കുന്നു. എന്നിട്ട് ലൂണയും കൂട്ടുകാരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് കാലക്സ് അങ്ങോട്ട് വരുന്നു. അവർ കാലക്സിനെ കണ്ടിട്ട് ഹായ് പറഞ്ഞിട്ട് കാലക്സിനെയും ലൂണേനെയും തനിച്ചാക്കി അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തിട്ട് അവിടെ വിട്ട് പോകുന്നു. കാലക്സ് അവളോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ടായിരുന്നു രാത്രി, നീ ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നു. അതിനവള് പറയുന്നു, ഇല്ല ഞാൻ ശരിക്കും ഉറങ്ങിയില്ല, പക്ഷെ എന്റെ മോർണിംഗ് ഗുഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നു. ലൂണ തിരിച്ച് കാലക്സിനോട് ചോദിക്കുന്നു, നീ ഒത്തിരി ടയർഡായിട്ടിരിക്കുമായിരിക്കുമല്ലേ, കഴിഞ്ഞ രാത്രി നീ അനുഭവിച്ച ക്ഷീണം എന്താന്ന് എനിക്കറിയാം, മലേഷ്യയിൽ നിന്ന് ബൊറോക്കയിലേക്ക് വന്നതല്ലേ, അത് നല്ല ക്ഷീണമുള്ള കാര്യമാണല്ലോ എന്ന് പറയുന്നു. അതിന് കാലക്സ് അവളോട് പറയുന്നു, എനിക്കിത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റൂല, രാത്രി തന്നെ നിന്നോട് വന്ന് സംസാരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വന്നത്, എനിക്കൊരു ക്ഷീണവുമില്ലെന്ന് പറയുന്നു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് കാലക്സിന്റെ ഫോൺ റിംഗ് ആകുന്നു. ലൂണ അന്നേരത്തേനും കാലക്സിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യുന്നു. പക്ഷെ കാലക്സ് പറയുന്നു, എനിക്ക് അർജന്റ് ആയിട്ട് ഒരു വീഡിയോ കോൾ മീറ്റിംഗ് ഉണ്ട് എന്റെ ക്ലയന്റിനോടൊപ്പം, ഇതൊരു ഇമ്പോർട്ടന്റ് കേസാണ്, അതുകൊണ്ട് ഞാൻ പോകണം, നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ലൂണ പറയുന്നു, സാരമില്ല, നീ പൊക്കോ, എനിക്ക് മനസ്സിലാകുന്നുണ്ട് മീറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം, നമുക്ക് വൈകുന്നേരമുള്ള ഒരു പാർട്ടിയിൽ വെച്ച് കാണാം, അത് നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ മാത്രം നീ വന്നാ മതി എന്ന് പറയുന്നു. അതിന് കാലക്സ് എന്തോരം വിഷമിച്ചിട്ടാണെങ്കിലും ഞാൻ ആ പാർട്ടിയിൽ കാണും എന്ന് പറഞ്ഞിട്ട് അവളുടെ നെറ്റിയിൽ ഒരു കിസ് ചെയ്തിട്ട് അവൻ അവിടുന്ന് ബായ് പറഞ്ഞു പോകുന്നു. നേരത്തേന് ലൂണയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നു. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് ബോട്ടാണ്. ബോട്ടിൽ എല്ലാരും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാലക്സ് അങ്ങോട്ട് ലൂണനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. കാലക്സ് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ അതിന് മറുപടി പറയുന്നു, ഞങ്ങൾ നല്ല തിരക്കിലായിരുന്നു, ഈ ഒരു ചെറിയ വെക്കേഷൻ ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ ഒരു വലിയ കാര്യമാണ് എന്ന് പറയുന്നു. അന്നേരം കാലക്സ് അവരോട് പറയുന്നു, ഞാൻ എന്റെ ഫ്ലൈറ്റ് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുവാണ്, നിങ്ങളുടെയൊക്കെ ഒപ്പം ഞാനും ബൊറോക്കയിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അത് എന്താണ് നാളെ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ അവൻ പറയുന്നു, ഒരു ഇമ്പോർട്ടന്റ് കേസിന്റെ ഹിയറിംഗ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതിൽ കാണണം എന്ന് പറയുന്നു. അന്നേരത്തിനും ഫ്രണ്ട്സ് ചോദിക്കുന്നു, അപ്പൊ നീ ലൂണയ്ക്കായിട്ട് മാത്രമാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്ന്. അങ്ങനെയൊക്കെ ചോദിച്ച് അവരെല്ലാരും കൂടി കാലക്സിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലൂണ അങ്ങോട്ട് വരുന്നു. ലൂണ അങ്ങോട്ട് വന്നത് കണ്ടിട്ട് അവളുമാരെല്ലാരും കൂടി എന്തോരം സമയം ഇവള് റെഡിയാകാൻ വേണ്ടിട്ട് ലേഡീസ് റൂമിൽ ഇരുന്നെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞ് ലൂണനെ കളിയാക്കുന്നു. എന്നിട്ട് ഫ്രണ്ട്സ് എല്ലാരും കൂടി ഇരുന്ന് ഡ്രിങ്ക് ചെയ്തോണ്ടിരുന്നപ്പോ ലൂണ അറിയാതെ കാലക്സിന്റെ ഗ്ലാസ് എടുത്ത് കുടിക്കുന്നു. അന്നേരം കാലക്സ് പറയുന്നു, ഇത് എന്റെ ഗ്ലാസ് ആണെന്ന്. അന്നേരം ലൂണ, ഓ ഞാൻ അറിയാതെ എടുത്തതാണ്, എന്റെ ആന്ന് ഓർത്താണ് ഞാൻ എടുത്തത് എന്ന് പറയുന്നു. അത് കേട്ടിട്ട് കാലക്സ് മിണ്ടാതെ ഇരിക്കുന്നു. അന്നേരത്തിനും ഞാൻ അവിടുന്ന് പുറകിൽ നിന്ന്, നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മളൊക്കെ കുഞ്ഞായിരിക്കുമ്പോ ഇതുപോലെ ആരെങ്കിലും ഒരു സാധനം എടുത്ത് നമ്മൾ കഴിക്കുമ്പോ അതിന്റെ പേര് നമ്മൾ എന്താന്നാ പറയുന്നതെന്ന് അറിയാമോ, ഇൻഡയറക്റ്റ് കിസ് എന്നാണ് എന്നൊക്കെ പറഞ്ഞു ലൂണനെ അവർ കളിയാകുന്നു. ലൂണയും കാലക്സും ഒന്നും അറിയാതെ മിണ്ടാതെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം ഫ്രണ്ട്സ് ഒക്കെ പറയുന്നു, ഇങ്ങനെ ഇരുന്ന ബോറിംഗ് ആണ്, നമുക്ക് ഏതെങ്കിലും ഒരു ഗെയിം കളിക്കാമെന്ന്. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഒരു ഗെയിം സെലക്ട് ചെയ്യുന്നു. അതിന്റെ പേര് ബോഡി ഷോട്ട് എന്നാണ്. അപ്പൊ ആ ഗെയിമിന്റെ റൂൾസ് ഒക്കെ പറയുന്നു. ലൂണ പറയുന്നു, അതെനിക്ക് പറ്റൂല, അത് കളിക്കാൻ ഞാനില്ലെന്ന് പറയുന്നു. പക്ഷെ ഈയും ഞാനും കൂടി ചേർന്ന്, ഇല്ല നമുക്ക് എല്ലാവർക്കും ഇത് കളിക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഫ്രണ്ട്സ് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക.
ചെയ്യുന്നു കളി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഗെയിം ലൂണയും കാലക്സും കൂടിയാണ്. അങ്ങനെ കാലക്സ് ആദ്യം ആ ഗെയിം കളിക്കുന്നു. അങ്ങനെ ഇവിടെ ഒരു റൊമാൻസ് സീൻ തന്നെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഫ്രണ്ട്സ് ഒക്കെ ഡാൻസ് ചെയ്യാൻ വേണ്ടിട്ട് അവരെ തനിച്ചാക്കിയിട്ട് എണീറ്റ് പോകുന്നു. കാലക്സിനോട് ഡാൻസ് ചെയ്യാൻ പറഞ്ഞപ്പോ കാലക്സിന് ഡാൻസിങ് അറിയത്തില്ലെന്ന് കാലക്സ് പറയുന്നു. അന്നേരം ലൂണ പറയുന്നുണ്ട്, ഞാൻ തന്നെ ഡാൻസ് ചെയ്യാൻ പഠിപ്പിക്കാം, എണീറ്റ് വാന്നും പറഞ്ഞ് ലൂണ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലക്സിനെ വിളിക്കുന്നു. അങ്ങനെ രണ്ടുപേരും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ലൂണയുടെ കഴുത്തിലിട്ടിരിക്കുന്ന ചെയിൻ താഴെ വീഴുന്നു. അന്നേരം കാലക്സ് അത് എടുത്തിട്ട് അവളുടെ കഴുത്തിൽ ഇട്ടുകൊടുക്കുന്നു. ഇട്ടുകൊടുത്തോണ്ടിരുന്ന സമയത്ത് ലൂണയ്ക്ക് ഒത്തിരി തണുക്കുന്നത് പോലെ ഫീൽ ആകുന്നത് കണ്ടിട്ട് നിനക്ക് തണുക്കുവാണോ എന്ന് ചോദിക്കുന്നു. അതെ, കൂൾഡ് ആയിട്ടുള്ള എയർ കാരണം എനിക്ക് ശകലം തണുപ്പ് ഫീൽ ആകുന്നുണ്ട് എന്ന് പറയുന്നു. അന്നേരം എന്റെ മുറിയിൽ ഒരു കോട്ടുണ്ട്, ഞാനത് നിനക്ക് തരാം, ആ ജാക്കറ്റ് നീ ഇട്ടോളൂ, ഇല്ലെങ്കിൽ നിനക്ക് വല്ല ക്ലൈമറ്റ് ചേഞ്ച് കാരണം വല്ല അസുഖവും വരും എന്ന് പറയുന്നു. അവൾ ആദ്യം വേണ്ടെന്ന് പറയുന്നു. പിന്നെ അവൻ ഒന്നുകൂടെ പറഞ്ഞത് കൊണ്ട് ശരി, നീ അത് എടുക്കാൻ പോകുമ്പോ പാർട്ടി കഴിഞ്ഞ് പോകുമ്പോ ഞാനും നിന്റെ ഒപ്പം വരാം, എനിക്ക് ആ കോട്ട് എടുത്ത് തന്നേരെ എന്ന് പറയുന്നു. എന്നിട്ട് അവര് പിന്നെയും ഡാൻസിങ് കണ്ടിന്യൂ ചെയ്യുന്നു.